സത്യസ്വരൂപനാം സദ്ഗുരുദേവനാൽ സ്ഥാപിച്ച യജ്ഞമാം താരാസ്തുതി. സത്യസ്വരൂപനാം സദ്ഗുരുദേവനാൽ സ്ഥാപിച്ച യജ്ഞമാം താരാസ്തുതി. സത്യസ്വരൂപൻ എഴുന്നള്ളി നിന്നുകൊണ്ട് ഇന്നും നടത്തുന്നു താരാസ്തുതി. സത്യസ്വരൂപൻ എഴുന്നള്ളി നിന്നുകൊണ്ട് ഇന്നും നടത്തുന്നു താരാസ്തുതി. ദേവന്മാർ ദേവിമാരൊത്തുചേർന്നു സത്യസ്വരൂപനെ പൂജിക്കുന്നു. ദേവന്മാർ ദേവിമാർ ഒത്തുചേർന്നു സത്യസ്വരൂപനെ പൂജിക്കുന്നു. കോടാകോടി ദൂതരൊത്തുചേർന്നു സത്യസ്വരൂപനെ പൂജിക്കുന്നു. കോടാകോടി ദൂതർ ഒത്തുചേർന്നു സത്യസ്വരൂപനെ പൂജിക്കുന്നു. മഹത്തായ യജ്ഞമതിൽ ഭക്തരെ ചേർത്തു നിലനിർത്തുന്നു. ഇത്ര മഹത്തായ യജ്ഞമതിൽ ഭക്തരെ ചേർത്ത് നിലനിർത്തുന്നു. സത്യമറിയിച്ചു ശുദ്ധവൃത്തി ചെയ്തു സത്യസ്വരൂപൻ നിലനിർത്തുന്നു. സത്യമറിയിച്ചു ശുദ്ധവൃത്തി ചെയ്തു സത്യസ്വരൂപൻ നിലനിർത്തുന്നു. ആരിലും ആനന്ദം ദാനം ചെയ്തിടുവാൻ കരുണയോടെ താൻ വസിച്ചിടുന്നു. ആരിലും ആനന്ദം ദാനം ചെയ്തിടുവാൻ കരുണയോടെ താൻ വസിച്ചിടുന്നു. ആനന്ദമാത്മാവിൽ സിദ്ധമാക്കിയിടുവാൻ സർവദോഷങ്ങളും തീർത്തിടുന്നു. ആനന്ദമാത്മാവിൽ സിദ്ധമാക്കിയിടുവാൻ സർവദോഷങ്ങളും തീർത്തിടുന്നു. പാപങ്ങളെ തീർത്തു നിത്യം സത്കർമ്മമാർഗത്തിൽ ചേർത്തിടുന്നു. ജന്മപാപങ്ങളെ തീർത്തു നിത്യം സൽക്കർമ്മമാർഗത്തിൽ ചേർത്തിടുന്നു. സൽക്കർമ്മമാർഗത്താൽ ശുദ്ധമാക്കി ആത്മാവിലാനന്ദം നൽകിയിടുന്നു. സൽക്കർമ്മമാർഗത്താൽ ശുദ്ധമാക്കി ആത്മാവിലാനന്ദം നൽകിയിടുന്നു.
കാരുണ്യവാനേ നമോ നമസ്തേ ആനന്ദരൂപ നമോ നമസ്തേ കാരുണ്യവാനേ നമോ നമസ്തേ എൻ്റെ ആനന്ദരൂപ നമോ നമസ്തേ ആനന്ദരൂപ നമോ നമസ്തേ സത്യശുഭാനന്ദ നമോ നമസ്തേ ആനന്ദരൂപ നമോ നമസ്തേ എൻ്റെ സത്യശുഭാനന്ദ നമോ നമസ്തേ സത്യശുഭാനന്ദ നമോ നമസ്തേ ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ ഇക്കണ്ട ലോകമെല്ലാം സൃഷ്ടിച്ച സൃഷ്ടിതാവേ അടിയനെ വീണ്ടെടുത്തു രക്ഷിച്ചിടണേ രക്ഷിച്ചിടണേ ഇക്കണ്ട ലോകമെല്ലാം സൃഷ്ടിച്ച സൃഷ്ടിതാവേ അടിയനെ വീണ്ടെടുത്തു രക്ഷിച്ചിടണേ രക്ഷിച്ചിടണേ ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ ജന്മം സ്വീകരിച്ചു മനുലോകെ ചെയ്ത സത്യം മറന്നു നീ ജീവിച്ചപ്പോൾ നരകമായി പോയി നരകമായി പോയി മനുജന്മം സ്വീകരിച്ചു മനുലോകെ ചെയ്ത സത്യം മറന്നു നീ ജീവിച്ചപ്പോൾ നരകമായി പോയി നരകമായി നരകത്തെ നീക്കിടുവാൻ അറിവുള്ള ഗുരുവരന്താൻ മനുജന്മം സ്വീകരിച്ചു ഇകലോകെ വന്നു ഇകലോകെ വന്നു നരകത്തെ നീക്കിടുവാൻ അറിവുള്ള ഗുരുവരന്താൻ മനുജന്മം സ്വീകരിച്ചു ഇകലോകെ വന്നു ഇകലോകെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ ജന്മപാപത്തെ തീർപ്പാൻ കർമ്മദോഷമൊഴിപ്പാൻ ജന്മാന്തരജ്ഞാനമ ഉപദേശം തന്നു ഉപദേശം തന്നു ജന്മപാപത്തെ തീർപ്പാൻ കർമ്മ
ജന്മദോഷമൊഴിപ്പാൻ ജന്മാന്തരജ്ഞാനമ്മ ഉപദേശം തന്നു ഉപദേശം തന്നു. ഉപദേശം സ്വീകരിച്ച് അറിവിൽ നീ ജീവിക്കുമ്പോൾ ഉപദേഷ്ടാവാകും ഗുരു അകതാരിൽ വാഴും അകതാരിൽ വാഴും. ഉപദേശം സ്വീകരിച്ച് അറിവിൽ നീ ജീവിക്കുമ്പോൾ ഉപദേഷ്ടാവാകും ഗുരു അകതാരിൽ വാഴും അകതാരിൽ വാഴും. ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ. ഗുരുവിൻ്റെ അധിവാസത്താൽ ആത്മാവിലുണ്ടാകുന്ന പരമാനന്ദത്തെ വാഴ്ത്താൻ സാധ്യമല്ലല്ലോ സാധ്യമല്ലല്ലോ. ഗുരുവിൻ്റെ അധിവാസത്താൽ ആത്മാവിലുണ്ടാകുന്ന പരമാനന്ദത്തെ വാഴ്ത്താൻ സാധ്യമല്ലല്ലോ സാധ്യമല്ലല്ലോ. ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ. ഉടയവനേ ജഗദീശ്വര അഗതികളെ
അഗതികളെ അനുഗ്രഹിക്കാം. ദോഷങ്ങളും ദുഃഖങ്ങളും പരിഹരിച്ചടിയനെ രക്ഷിക്കണേ. ദോഷങ്ങളും ദുഃഖങ്ങളും പരിഹരിച്ചടിയനെ രക്ഷിക്കണേ. സർവദാനന്ദം അനുഭവിപ്പാൻ അഖില ലോകേശ്വരൻ വാഴണമേ. സർവദാനന്ദം അനുഭവിപ്പാൻ അഖില ലോകേശ്വരൻ വാഴണമേ. ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമിത്. ദൈവത്താൽ സ്ഥാപിച്ചു ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമിത്. ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമിത്. ദൈവത്തെ വന്ദിച്ചും ആരാധിച്ചും നിത്യം ജീവിതം ചെയ്യേണ്ട സംഘമിത്. ദൈവത്തെ വന്ദിച്ചും ആരാധിച്ചും നിത്യം ജീവിതം ചെയ്യേണ്ട ദൈവത്തെ വന്ദിച്ചും ആരാധിച്ചും നിത്യം ജീവിതം ചെയ്യേണ്ട സംഘമിത്. ദൈവത്തെ വന്ദിച്ചും ആരാധിച്ചും നിത്യം ജീവിതം ചെയ്യേണ്ട സംഘമിത്. ദൈവത്തെ കാണുവാൻ ആത്മാവിൽ കാണുവാൻ സ്ഥാപിച്ച ഉന്നത സംഘമിത്. സ്ഥാപിച്ച ഉന്നത സംഘമിത്. ദൈവത്തെ ഭൂമിയിൽ സ്ഥാപിച്ച സംഘമിത്. സംഘമിലൂഴിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി ആത്മാക്കളെ ദൈവം സ്വീകരിച്ചു. സംഘമിലൂഴിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി ആത്മാക്കളെ ദൈവം സ്വീകരിച്ചു. ദേവന്മാർക്കും അത്യജന്മം നൽകി ആത്മാക്കളായി ദൈവം സ്വീകരിച്ചു.
പരിശുദ്ധന്റെ വാഴ്ച പരമാത്തു കാണുവാൻ സ്ഥിരമായി എന്നും നീളവെത്തുന്നു. പരിശുദ്ധന്റെ വാഴ്ച പരമാത്തു കാണുവാൻ സ്ഥിരമായി എന്നും നീളവെത്തുന്നു. മാറ്റമില്ലാതുള്ള ശക്തി വസിക്കുന്നു, മാറ്റമില്ലാ ജ്ഞാനം നൽകിടുന്നു. മാറ്റമില്ലാതുള്ള ശക്തി വസിക്കുന്നു. പാട് ഉറച്ചു പാട്. മാറ്റമില്ലാതുള്ള ശക്തി വസിക്കുന്നു. മാറ്റമില്ലാ ജ്ഞാനം നൽകിടുന്നു. മാറ്റമില്ലാതുള്ള ശക്തി വസിക്കുന്നു. മാറ്റമില്ലാ ജ്ഞാനം നൽകിടുന്നു. മാറ്റമില്ലാതുള്ള ശക്തി വസിക്കുന്നു. മാറ്റമില്ലാ ജ്ഞാനം നൽകിടുന്നു. ബുദ്ധി മാറി ആത്മബോധം കണ്ടു ആത്മാക്കളാനന്ദിച്ചാടുന്നു. മാറ്റമില്ലാ ജ്ഞാനം നൽകിടുന്നു. ബുദ്ധി മാറി ആത്മബോധം കണ്ടു ആത്മാക്കളാനന്ദിച്ചാടുന്നു. ബുദ്ധി ആത്മബോധോദയം സത്യശുഭാനന്ദം ആത്മബോധോദയ സംഘമാണ്. ആത്മബോധോദയം ആത്മബോധോദയം സത്യശുഭാനന്ദം ആത്മബോധോദയ സംഘമാണ്. ആത്മബോധോദയം ആത്മബോധോദയം സത്യശുഭാനന്ദം ആത്മബോധോദയ സംഘമാണ്. ആത്മബോധോദയം ആദിയന്തമില്ലാത്ത ആനന്ദമേകുന്ന ആത്മബോധോദയ സംഘമാണ്. ആത്മബോധോദയം സത്യശുഭാനന്ദം ആത്മബോധോദയ സംഘമാണ്. ആത്മബോധോദയം ആദിയന്തമില്ലാത്ത ആനന്ദമേകുന്ന ആത്മബോധോദയ സംഘമാണ്. ആദിയന്തമില്ലാത്ത ആനന്ദമേകുന്ന ആത്മബോധോദയ സംഘമാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ മഹാധാരാസ്തുതിയിൽ പങ്കെടുത്ത ആത്മാക്കളോട് എങ്ങനെ ഇരുന്നു ഇപ്രാവശ്യം സ്തുതി എന്ന് ചോദിച്ചാൽ ഈ കീർത്തനമായിരിക്കും അവർ പകർന്നു തരുന്നത്. കാരണം അതിന്റെ ഒരു സമ്പൂർണ്ണാവസ്ഥയാണ്, സമ്പൂർണ്ണ അനുഭവാവസ്ഥയാണ്. ഈ കീർത്തനത്തിലൂടെ ജഗദീശ്വരൻ ഭക്തലോകത്തിലേക്ക് പകർന്നു നൽകി. ആത്മബോധോദയം സത്യശുഭാനന്ദം ആത്മബോധോദയ സംഘമാണ്. ഇതിനുള്ളിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുന്ന ഓരോ ആത്മാവിലും ഇതിന്റെ നാമത്തിൽ ജീവിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത്. ആ നാമനിയമാദികളെ പാലിച്ചു സത്യം അടിസ്ഥാനം ഇട്ട് ജീവിതം ചെയ്യുന്ന സന്താനങ്ങളുടെ കാര്യമാണ് പറയുന്നത്.
പ്രമാണാദികളെ പാലിച്ച് സത്യം അടിസ്ഥാനമിട്ട് ജീവിതം ചെയ്യുന്ന ഭഗവത് സന്തതികളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ ആത്മബോധോദയ സംഘത്തിലേക്ക് ചേർന്ന് ജീവിതം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർ ആത്മബോധോദയ സംഘത്തിലേക്ക് ചേർന്ന് ജീവിതം ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? ആദിയന്തമില്ലാത്ത ആനന്ദമേകുന്ന ആത്മബോധോദയ സംഘമാണ്. ആത്മബോധോദയം സത്യശുഭാനന്ദം ആത്മബോധോദയ സംഘമാണ്. ആദിയന്തമില്ലാത്ത ആനന്ദമേകുന്ന ആത്മബോധോദയ സംഘമാണ്. ആദ്യന്തമില്ലാത്ത ആനന്ദം ആത്മാവിൽ നൽകുവാൻ ആദ്യന്താനന്ദ രൂപനായ ശുഭാനന്ദ രൂപം പ്രത്യക്ഷമായി വന്നു നിന്ന് സ്ഥാപിച്ച സ്ഥാപനമാണ് ആത്മബോധോദയ സംഘം. ആദ്യന്തമില്ലാത്ത ആനന്ദം ആത്മാവിൽ ദാനം ചെയ്യുവാൻ ആദ്യന്താനന്ദ രൂപനാകുന്ന ശുഭാനന്ദ രൂപം പ്രത്യക്ഷമായ ലോകത്തിൽ നിന്ന് സ്ഥാപിച്ചതാണ് ആത്മബോധോദയ. ആത്മബോധോദയ സംഘത്തിലാണ് നിങ്ങൾ ചേർന്ന് ജീവിക്കുന്നത്. ആത്മബോധോദയ സംഘത്തിലാണ് നമ്മൾ ചേർന്ന്. അപ്പൊ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഗുരുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായി ജീവിതം ചെയ്യണം. ഗുരുവിന്റെ അറിവിൻ കീഴിൽ ജീവിതം ചെയ്യണം. ഗുരുവാകുന്ന അറിവിന്റെ അനുസരണയാകുന്ന ശിഷ്യരായി തീരണം. അങ്ങനെ അറിവും അനുസരണയും ഒന്നായി ചേരുമ്പോൾ അനുസരിക്കപ്പെടുന്നവർ അറിവായി വരുന്ന ഉന്നതമായ വഴിയാണ് ഇവിടെ തെളിയിക്കുന്നത്. അതാണ് ഇവിടെ കാണുന്ന അത്ഭുതം. നമ്മൾ ഭഗവാനെ അത്ഭുത പുരുഷൻ എന്ന് വിളിക്കുന്നു. അത്ഭുത പുരുഷൻ എന്ന് വിളിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? യാതൊരു അറിവോ കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലാത്ത ആത്മാവിലേക്ക് ആദ്യന്തമില്ലാത്ത തന്റെ സർവജ്ഞാനത്തെ അല്പാൽപമായി അങ്ങ് വിശദീകരിച്ചു കൊടുത്ത് അത് ആത്മാവിന്റെ രൂപമാക്കി തീർത്ത് ആത്മാവിൽ ഗുരുരൂപത്തെ തെളിയിക്കുന്ന അത്ഭുത കർമ്മം നടത്തുന്നത് കൊണ്ടാണ്. അത്ഭുത പുരുഷ അത്ഭുത പുരുഷ ഉത്ഭവ കാരണ രൂപന പുരുഷ അത്ഭുത പുരുഷ അത്ഭുത പുരുഷ ഉത്ഭവ കാരണ രൂപന പുരുഷ ഉത്ഭവമാക്കിയ ലോകത്തിൽ താൻ കളിവിളയാട്ടം കാണുന്നുണ്ട്. ഉത്ഭവമാക്കിയ
കളിയാടുന്ന അത്ഭുത പുരുഷ ഉത്ഭവ ജഗദീശ്വരന്റെ അത്ഭുതം എന്താണ്? ഈ ലോകത്തിൽ തിരുവതാരമായി വന്ന ജഗദീശ്വരന്റെ അത്ഭുതം എന്താണ്? ആനന്ദം എന്തെന്നറിയില്ല, ആത്മാവ് ഉണ്ടെന്നറിയില്ല, ഇഹവെന്നോ പരമെന്നോ അറിയില്ല. ഇതൊന്നും അറിയാത്ത ഈ ലോകത്തിലെ എന്തോ ഒരു ജീവിയാണെന്ന് മാത്രം കരുതി ജീവിതം ചെയ്യുന്ന സന്താനങ്ങളിലേക്ക് ഇങ്ങനെ ഉണ്ണാനും ഉറങ്ങാനും ഉണ്ണികളെ സമ്പാദിക്കാനും ഒക്കെയായി ആണ് എന്റെ ജീവിതം എന്ന് കരുതുന്ന ആത്മാക്കളെ, മാടി വിളിച്ച് ചാരവെ ഇരുത്തി ജ്ഞാനോപദേശങ്ങൾ നൽകി ആത്മാവിന്റെ രൂപത്തെ ഗുരുവിന്റെ രൂപമാക്കി തീർക്കുന്ന ജന്മാന്തര ജ്ഞാനോപദേശമാകുന്ന അത്ഭുതത്തെ ആത്മാവിലേക്ക് പകർന്നു നൽകുന്നവനായതുകൊണ്ടാണ് ആ ഉത്ഭവ കാരണമായി നിൽക്കുന്ന അത്ഭുത രഹസ്യത്തെ ആത്മാവിലേക്ക് പകർന്നു നൽകുന്നത് കൊണ്ടാണ് ഗുരുവിനെ നമ്മൾ അത്ഭുത പുരുഷ ഉത്ഭവ കാരണ രൂപന പുരുഷ അത്ഭുത പുരുഷ ഉത്ഭവ കാരണ രൂപന പുരുഷ. ഈ സംഘത്തിലേക്ക് ചേർന്ന് ശിഷ്യരായി ജീവിതം ചെയ്യുന്ന ജന്മാന്തര ജ്ഞാനോപദേശം പഠിച്ച ആർക്കും അറിയാം പരലോകത്തിന്റെ സൃഷ്ടാവാണ് അവതാരമായി വന്ന് ഞങ്ങൾക്ക് ഇത് ഉപദേശിക്കുന്നത്. എന്തുകൊണ്ട്? പരലോക വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതെന്ന് കൈ ഉയർത്തിക്കണ്ട്. അങ്ങനെ സമ്മതം ഉണ്ടെങ്കിലേ പാടോ, അല്ല വെറുതെ കയറി പാടരുത്. ഇഹ പരലോക വ്യവസ്ഥകളെ ജന്മാന്തര ജ്ഞാനത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടോ? എന്നാ ഒന്ന് ഉറച്ചൊന്ന് കൈയടിച്ചേ. പരലോക വ്യവസ്ഥകൾ പറയുന്നു ഗുരുനാഥൻ, ഇഹലോക വ്യവസ്ഥയും പറഞ്ഞു, ഇഹലോക വ്യവസ്ഥയും പറഞ്ഞു. പരലോക ദേവനിൽ ദേവാ ശുഭാനന്ദ ദേവാ, നിന്നുടെ ശോഭന കണ്ടേ, നിന്നുടെ ശോഭന കണ്ടേ.
ദേവനിൽ ദേവാ ശുഭാനന്ദമേ ഉള്ളവനെ ഉള്ള പോലെ ഉള്ളകത്തിൽ കാണുവാൻ ഉള്ള ജ്ഞാനം ഉള്ളവൻ തന്നെ തെളിയിക്കുകയാണ്. ഉള്ളവനെ ഉള്ള പോലെ ഉള്ളകത്തിൽ കാണുവാൻ ഉള്ള ജ്ഞാനം ഉള്ളവൻ തന്നെ ഉള്ള പോലെ തെളിയിക്കുക. അങ്ങനെ തെളിയിക്കുന്ന ഉള്ളതായ ജ്ഞാനത്തെ ഉള്ളതായി തന്നെ ഗ്രഹിച്ച് ഉള്ള പോലെ തന്നെ ജീവിച്ച് ഉള്ളവനിലേക്ക് ചേരുവാൻ എന്ത് ചെയ്യണം? അണിനിരയായി നിരനിരയായ ആദർശം പുലർത്തണമോ. അണിയണിയായി നിരനിരയായ ആദർശം പുലർത്തണമോ. ആത്മലോകം നിത്യശാന്തി പ്രാപിക്കുമാറാകട്ടെ. അണിയണിയായി നിരനിരയായി ആത്മലോകം നിത്യശാന്തി പ്രാപിക്കുമാറാകട്ടെ. ഓ ആദർശമേവരും സ്വീകരിച്ചെന്നും പുലർന്നുകൊള്ളുക. അങ്ങനെ ആദർശത്തെ സ്വീകരിച്ച് ആദർശധീരരായി ജീവിക്കുന്നവർക്ക് ഈ ജന്മാന്തരജ്ഞാനത്തിൽ ഉള്ളടക്കമായി നിൽക്കുന്ന മഹാരഹസ്യങ്ങളെ ഒക്കെ ആത്മാവിൽ തന്നെ തെളിഞ്ഞു കിട്ടും. അങ്ങനെ തെളിഞ്ഞു കിട്ടുമ്പോൾ തെളിയും തോറും എന്താണ് ഉള്ളിൽ ചിന്ത വരുന്നത്? ഓ എന്റെ ഗുരുനാഥൻ എന്നിലേക്ക് തെളിയിച്ചത് എത്ര വലിയ അത്ഭുതമാണ്. ഈ ഉത്ഭവകാരണമായി നിൽക്കുന്ന ബ്രഹ്മജ്ഞാനത്തെ ഇത്ര ലളിതമായി എന്നിലേക്ക് അവതരിപ്പിച്ചു. ലളിതമായ ഒരു നിയമജീവിതം എനിക്ക് അനുവദിച്ചു. വലിയ പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഇതിന്റെ മധ്യത്തിലൂടെ ജീവിച്ചു. എന്നാൽ വളരെ ആദരവോടുകൂടി ഞാൻ സ്വീകരിച്ചു. അങ്ങനെ ഞാൻ ജീവിതം ആരംഭിച്ചപ്പോൾ ഓ എന്നിലേക്ക് തെളിയിക്കപ്പെടുന്ന ഈ സുഖം, ഓ അവർണ്ണനീയമായി പരമാനന്ദം, മഹാചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ അവസ്ഥ, ഓ ഇത് എന്റെ ഗുരുവിന്റെ അത്ഭുത പുരുഷന്റെ അത്ഭുതമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുത പുരുഷ ഉദ്ഭവ കാരണ രൂപന പുരുഷ അങ്ങനെ അത്ഭുത പുരുഷന്റെ ആ മാനുഷികത്വം തീർച്ചയായും ഓരോ ആത്മാവിലും അറിഞ്ഞിരിക്കേണ്ടതും അനുഭവിച്ചിരിക്കേണ്ടതുമാണ്. അങ്ങനെ അനുഭവമാക്കുവാൻ വേണ്ടി ദൈവം തന്നെ ലോകത്തിൽ ക്രമീകരിച്ച് നിലനിർത്തിയിരിക്കുന്ന ഒരു ഉന്നതമായ യജ്ഞമാണ് മഹാധാരാസ്തുതി. ലോകത്തിൽ ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികളായി ജീവിക്കുന്ന സന്താനങ്ങൾക്ക് 21 ദിവസത്തെ വ്രതം കൂടി കൊടുത്ത് ആ പ്രത്യേക നിഷ്ഠയോടുകൂടി ഇവിടെ വന്നു ചേരുമ്പോൾ ആ മഹാതൃക്കരങ്ങൾ കൊണ്ട് ഒരു മുദ്ര കൂടി ധരിപ്പിക്കും. എന്തിനു വേണ്ടി? അതുവരെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതുകൂടി അങ്ങ് പോവാൻ വേണ്ടി ആ ചൈതന്യം സ്പർശിച്ച മുദ്ര ധരിപ്പിക്കുകയാണ്. ഒന്ന് സ്പർശിച്ച് അങ്ങ് തന്നാൽ മതി, അതങ്ങ് നടപ്പിലാവുകയാണ്. അപ്പൊ ആ ചൈതന്യം അങ്ങോട്ട് നിറവേറ്റുകയാണ്. ആ പകർന്നു തരുന്ന ചൈതന്യവുമായി ഈ ചൈതന്യയജ്ഞത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ഓരോ യാമം കഴിയും തോറും ആത്മാവിൽ ഇങ്ങനെ എന്തോ ഒരു ഉയർച്ച ഇങ്ങനെ ഓരോരുത്തർക്കും അനുഭവമാകും. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ആ നടുവിന് അല്പം കുഴപ്പം വന്ന ഒരാൾ ഇങ്ങനെ കുനിഞ്ഞു നടന്നു പോവുകയായിരുന്നു. കുറെ ദിവസങ്ങൾ കൊണ്ട് നൂന്ന് നടക്കാൻ പറ്റുന്നില്ല, കുനിഞ്ഞിങ്ങനെ നടക്കുകയാണ്. അപ്പൊ മർമാണിയായ ഒരാൾ ഇത് കണ്ടു.
മർമാണിയായ ഒരാളെ അപ്പൊ കണ്ടു. അദ്ദേഹം ചോദിച്ചു എന്ത് പറ്റി, ഇതെന്താ കുറച്ച് ദിവസം കൊണ്ട് നടുവിന് വേദനയാ, ഞാൻ 2-3 വൈദ്യന്മാരെ കണ്ടത് മാറ്റമൊന്നുമില്ല, കുറച്ച് ദിവസം കൊണ്ട് നടുവിന് വേദനയാണ്, ഞാൻ 2-3 വൈദ്യന്മാരെ കണ്ടു, അതിന് മാറ്റമൊന്നുമില്ല. അങ്ങോട്ടൊന്ന് നീങ്ങി നിന്നാട്ടെ, ഇങ്ങോട്ടൊന്ന് നീ നിന്നാട്ടെ, കാലൊന്ന് അടുപ്പിച്ച് വെച്ചാട്ടെ. കാലം അടുപ്പിച്ചു വെച്ചാട്ടെ. എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് പുറയിൽ ഇങ്ങനെ ഒന്ന് തൂക്കും, കൈകൊണ്ട് അദ്ദേഹം ആ മർമ്മത്തൊന്ന് തൊടും. മർമ്മത്തൊന്ന് തൊടും. അപ്പൊ ഇദ്ദേഹം അങ്ങ് നൂരും. അപ്പോൾ അദ്ദേഹം ഒന്ന് ഊരി. അപ്പോ അതുവരെ കുനിഞ്ഞു നടന്ന ആളിന് ആ പെട്ടെന്നുണ്ടാവുന്ന ആ നിവർച്ചയിൽ, അതുവരെ കുനിഞ്ഞു നടന്ന ആളിന് പെട്ടെന്നുണ്ടാകുന്ന ആ നിവർച്ചയിൽ, ആ ഉണ്ടാകുന്ന സന്തോഷവും ഒരു പ്രത്യേക അവസ്ഥയും ഉണ്ട്. ഉണ്ടാകുന്ന സന്തോഷവും പ്രത്യേക ഒരു അവസ്ഥയും. ചുരുക്കം ചില ആളുകൾക്കെങ്കിലും ഇത് അനുഭവമായിട്ടുണ്ടാവും. ചുരുക്കം ചില ആളുകൾക്കെങ്കിലും ഇത് അനുഭവമായിട്ട് എങ്കിലും ഇത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു ഉദാഹരണമാണ്. ഇത് ചിന്തിക്കാവുന്ന ഒരു ഉദാഹരണം. എന്നതുപോലെ അതുവരെ എന്തോ ഒന്ന് അടങ്ങി മറിഞ്ഞിരുന്നതായിട്ടൊരു തോന്നലായിരുന്നു. അതുവരെ എന്തോ ഒന്ന് അടങ്ങി മറിഞ്ഞിരുന്നതായിട്ടൊരു സ്തുതിയിലേക്ക് ഇടപെടാൻ തുടങ്ങിയപ്പോ, സ്തുതിയിലേക്ക് ഇടപെടാൻ തുടങ്ങിയപ്പോൾ, ലോകത്തിൽ കാണാത്ത നിത്യാനന്ദം ഈ താരസ്തുതികളാൽ അനുഭവമായി. താരാസ്തുതിക്കിരുന്ന സന്താനങ്ങൾക്ക് ഇത് അനുഭവമായി എന്ന് സമ്മതിക്കുന്നിടത്ത് കൈ ഉയർത്തിക്കണ്ട്. ആനന്ദമേ പരമാനന്ദമേ ഇവിടം കൊണ്ടങ്ങ് അവസാനിച്ചില്ല. ഇനിയാണ് ഒരു വലിയ ചുമതല ഉള്ളത്. ഇതിനകത്ത് 5 ദിവസം കഴിഞ്ഞു കൂടിയപ്പോ എല്ലാ സാഹചര്യങ്ങളും ഈ ആനന്ദത്തിന് അനുകൂലമായിരുന്നു. എന്നാൽ ബാഹ്യലോകത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചേണ്ടാനും ചിരണ്ടാനും ശല്യം ചെയ്യാനും ബുദ്ധിമുട്ടിക്കാനും ഒക്കെ പല കാര്യങ്ങൾ അവിടെവിടങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. ശത്രുവാകുന്ന മായയെ അങ്ങ് സംഹരിക്കണേ ദൈവമേ, ജ്ഞാനമാകുന്ന തേജസ്സെന്നോട് ആത്മാവിൽ ഭവിപ്പിക്കണേ. അപ്പൊ നമുക്ക് ശല്യം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരാളിനെ കൊന്നുകളയാനാണോ? അല്ല, അവരിലുള്ള അജ്ഞാനത്തെ കൂടി മാറ്റുവാനുള്ള വിജ്ഞാനം നമ്മളിൽ സംഭരിച്ചുകൊണ്ട് വേണം നമ്മൾ നിലകൊള്ളുവാൻ. അപ്പൊ ഈ താരാസ്തുതിയിൽ കൂടി നിങ്ങളിലേക്ക് തന്നിരിക്കുന്ന ഈ ചൈതന്യം, അത് സർവജ്ഞാനത്തിന്റെ ചൈതന്യമാണ്. അത് വേണ്ട വിധത്തിൽ അതിന്റെ ചുരുളഴിച്ച് അതിനാവശ്യത്തിന് ഉപയോഗിക്കാൻ നിങ്ങൾ പരിശീലിക്കണം. ആ പരിശീലനമാണ് വേണ്ടത്. ഇപ്പൊ ബാഹ്യലോകത്തേക്ക് പോകുമ്പോൾ പല പല കാര്യങ്ങൾ വരും. അപ്പൊ അതിനുള്ള മറുപടി ഏത് ഭാഗത്താണെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിനെ പരിഹാരം ചെയ്തു കൊള്ളണം. ആ മറുപടി അപ്പൊ കൊടുത്തുകൊള്ളണം. യുദ്ധം ചെയ്യാനല്ല, ക്ഷമയാകുന്ന ആയുധത്താൽ ലോകം ജയിക്കാനാണ്. നമുക്ക് ജ്ഞാനത്തിന്റെ വഴിയാണ്. സർവവിജ്ഞാനത്തിന്റെ ഉറവിടമാകുന്ന ഗുരുവാണ് നമ്മുടെ ഗുരു. ആ ഗുരുവിനെ ശിഷ്യരായി വരിച്ചിരിക്കുന്നവർക്ക് ആരോടും ശത്രുത പുലർത്തുവാൻ യാതൊരു നിർവാഹവുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഗുരു ക്ഷമയുടെ പരമോന്നതനാണ്, സഹനത്തിന്റെ പരമോന്നതനാണ്, സ്നേഹത്തിന്റെ പരിപൂർണതയാണ്, കാരുണ്യത്തിന്റെ നിറകുടമാണ്. അങ്ങനെയുള്ള ഗുരുവിന്റെ ശിഷ്യരായി ജീവിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാനും തമ്മിൽ തമ്മിൽ വന്ദിപ്പാനുമാണ് പരിശീലിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിലേ ഗുരുവിന്റെ അധിവാസം ആത്മാവിൽ കാണുകയുള്ളൂ, ആനന്ദം നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ ആനന്ദം എന്നും നിലനിർത്തണമെന്ന് ആവശ്യമുള്ളവർ, ആഗ്രഹമുള്ളവർ ഈ അറിവിൽ കൂടി തന്നെ നിരന്തരമായി ജീവിതം ചെയ്യുക. അപ്പൊ ഇപ്പോ നിറച്ചു വെച്ചിരിക്കുന്ന ഈ ആനന്ദം ഒരു കുറവും കൂടാതെ എന്നും അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ അത് വർദ്ധിതമായി വരുമ്പോഴാണ് നിത്യാനന്ദത്തിലേക്ക് ചെന്നു ചേരുന്നത്. അങ്ങനെ നിത്യാനന്ദത്തിൽ എത്തിക്കുവാനാണ്
എത്തിക്കുവാനാണ്. നിത്യാനന്ദ സമ്പൂർണനാകുന്ന ജഗദീശ്വരൻ വന്ന് മാറി മാറി ദേഹങ്ങളെ വാഹനമായി സ്വീകരിച്ചുകൊണ്ട് ഈ മഹാത്യാഗം അനുഭവിക്കുന്നത്. മറക്കരുതേ, ആരും മറക്കരുതേ ഗുരുവിന്റെ ത്യാഗകർമ്മം, മറക്കരുതേ, മറക്കരുതേ. മറക്കരുതേ, ആരും മറക്കരുതേ ഗുരുവിന്റെ ത്യാഗകർമ്മം, മറക്കരുതേ. ഉന്നതനാകുന്ന ഗുരുവിനെ അറിഞ്ഞും ആരാധിച്ചും ആശ്രയിച്ചും എന്നും ജീവിച്ചുകൊള്ളുക. നമുക്ക് ഈ പ്രാവശ്യത്തെ മഹാധാരാസ്തുതി ഇന്നിതാ ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ്. 2 ദിവസമായി നമ്മുടെ കുഞ്ഞുങ്ങൾ കരഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. കാരണം നാളെ കഴിഞ്ഞാൽ പോകണമല്ലോ, വീട്ടിലേക്ക് പോകണമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അന്തരംഗത്തിലൊരു വിങ്ങലാണ്. എങ്ങനെയാണ് വിട്ടുപിരിയുക, എങ്ങനെയാണ് ഈ ആനന്ദം വിട്ടു പോവുക, അങ്ങനെ ചിന്തിച്ച് വളരെ ഹൃദയവേദനയോടുകൂടിയാണ് സത്യത്തിൽ ആത്മലോകം കഴിയുന്നത്. എങ്കിലും ലോകരംഗത്ത് പല ഉത്തരവാദിത്തങ്ങൾ ഉള്ളതാകയാൽ പോകാതെ നിവൃത്തിയില്ലല്ലോ, പോകാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് തൽക്കാലം ഈ താരാസ്തുതി നമുക്കിവിടെ സമർപ്പിക്കുകയാണ്. ഈ ആരാധന സമർപ്പിച്ച് ഗുരുദക്ഷിണയും കഴിഞ്ഞ് ഉന്നതമായ മഹാസമർപ്പണ വേളയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ത്രിമൂർത്തികളെ ഏകോപിക്കുന്ന, സർവ അവതാരങ്ങളും ഏകോപിക്കുന്ന ശുഭാനന്ദ ദിവ്യരൂപം, ഉന്നതമായ തന്റെ ദർശനത്തെ ഭക്തലോകത്തിന് അനുവദിക്കുന്ന സുവർണ മുഹൂർത്തം പരിപൂർണമായും അനുഭവിക്കുവാൻ വേണ്ടി ആർത്തിയോടെ കാത്തു നിലകൊള്ളുക. ഈശ്വരൻ നിങ്ങൾക്ക് ആ ദർശനം അനുവദിക്കുമാറാകട്ടെ. ഉന്നതമായ മഹാഭാഗ്യാവസ്ഥകളെ അനുവദിക്കുമാറാകട്ടെ. നമുക്ക് അതാ ഉടനെ ജന്മനക്ഷത്ര മഹോത്സവങ്ങൾ വരികയാണ്. മാർച്ച് 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെ കാർത്തിക മകയിരം മഹോത്സവമാണ്. ഉന്നതമായ ജന്മനക്ഷത്ര സ്തുതിയോടുകൂടിയാണ് നമ്മൾ ആ ജന്മനക്ഷത്രം നടത്തുന്നത്. ഈ താരാസ്തുതിയിൽ ബന്ധിച്ചവർക്കും ബന്ധിക്കാൻ കഴിയാതെ പോയവർക്കും ഇനിയും ഈ സത്യം കേട്ട് ഉപദേശം പഠിക്കാത്തവർക്ക് പോലും കേട്ട് ആ ജന്മനക്ഷത്ര സ്തുതിയിൽ വന്ന് പങ്കെടുക്കാവുന്നതാണ്. അപ്രകാരം എല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ജന്മനക്ഷത്ര മഹോത്സവം ആനന്ദമാക്കി തീർക്കുക. ആനന്ദം ആത്മനാഥൻ അനുവദിക്കുന്നത് ഭക്തഹൃദയങ്ങളുടെ ആശ്രയം അനുസരിച്ചാണ്. അതുകൊണ്ട് ആശ്രയിച്ച് ആരാധിക്കുക, ആനന്ദം അനുഭവിക്കുക. അത് കഴിഞ്ഞാൽ 23-ാം തീയതി ഉന്നതനാകുന്ന ഗുരുപ്രസാദ് ഗുരുദേവന്റെ ജന്മനക്ഷത്രമാണ്. അത് ഉന്നതമായ നിലയിൽ നമുക്ക് നടത്തണം. അത് ഞായറാഴ്ച ദിവസം കൂടിയാണ്. അതുകൊണ്ട് ജോലിയുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം വന്ന് പങ്കെടുക്കാനുള്ള സന്ദർഭമുണ്ട്. എല്ലാം ഈശ്വരൻ അനുവദിക്കട്ടെ, ആനന്ദമായെല്ലാം നടക്കട്ടെ. അതുപോലെ നമ്മുടെ ശാഖാശ്രമങ്ങളിൽ പലയിടങ്ങളിലും വാർഷികം നടക്കാൻ പോവുകയാണ്. ഈ വരുന്ന ആഴ്ചയിൽ തന്നെ ദേവികോട് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. അത് കഴിഞ്ഞാൽ കുറുമ്പനാടം ശാഖാശ്രമ വാർഷികമാണ്. അത് കഴിഞ്ഞ് ഗൂഡല്ലൂർ ശാഖാശ്രമ വാർഷികമുണ്ട്. അത് കഴിഞ്ഞാൽ ബോംബെ പവൈ ആശ്രമത്തിന്റെ വാർഷികമുണ്ട്. ഇതിന് തുടർച്ചയായി പല വാർഷികങ്ങളും ഇതിന് അടുത്തടുത്തായി വരികയാണ്. എല്ലായിടത്തും സൗകര്യമുള്ളിടത്തോളം സന്താനങ്ങൾ പോയി പങ്കെടുക്കുവാൻ ഞാനിത്
അറിയിക്കുകയാണ്. എല്ലായിടത്തും സൗകര്യമുള്ളിടത്തോളം പകൽ സന്ധാനങ്ങൾ പോയി പങ്കെടുക്കുക. അതുപോലെ പാലക്കാട് ശാഖാശ്രമ വാർഷികവും വരുന്നുണ്ട്. പാലക്കാട് ശാഖാശ്രമ വാർഷികവും വരുന്നുണ്ട്. അവിടെ പോകുന്നതിന് വേണ്ടി പ്രത്യേക ഒരു ബസ് തയ്യാറാക്കുന്നുണ്ട്. അവിടെ പോകുന്നതിന് വേണ്ടി പ്രത്യേക ഒരു ബസ് തയ്യാറാക്കുന്നുണ്ട്. അതിൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഇപ്പോഴേ സീറ്റൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. ആഗ്രഹമുള്ളവർക്ക് ഇപ്പോഴേ സീറ്റൊക്കെ ബുക്ക് ചെയ്യാം. അല്ലാതുള്ള സ്ഥലത്തേക്കും പോകുവാൻ താല്പര്യമുള്ളവർ നേരത്തെ അറിയിച്ചാൽ അതിന്റെ വേണ്ട വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാവുന്നതാണ്. എല്ലാം ഭക്തജനങ്ങൾ ഏകോപിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് അനുഭവമാകുമാറാകട്ടെ. മഹാശക്തി നിങ്ങളുടെ കൂടെ എപ്പോഴും എഴുന്നള്ളുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവം മാറ്റവും മരണവുമില്ലാതെ ഈ ലോകത്തിൽ വന്ന് വാഴുന്നുവെന്ന പരമസത്യം ആത്മലോകത്തെ അറിയിക്കേണ്ടത് ഭക്തന്മാരുടെ കടമയാണ്. ഭക്തന്മാർ ഈ സന്നിധാനത്തിൽ കൊണ്ടുവന്ന് നേർച്ചയെ അർപ്പിക്കുന്ന ധനം ഉപയോഗിച്ച് പലവിധ കർമ്മങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്രകാരമാണ് ശ്രേഷ്ഠമായ ജന്മശതാബ്ദി സ്മാരക സൗധം പണിതുയർത്തിയത്. ഇതാ ഇപ്പോൾ തപോശതാബ്ദി സ്മാരകമായി മഹാഗോപുരം പടുത്തുയർത്തുന്നു. വർണ്ണമനോഹരമായി ചൈതന്യവത്തായി ആ മഹാസൗധം ഉയർന്നു പൊങ്ങുമ്പോൾ ലോകത്തിന് തന്നെ ഒരു അത്ഭുതമായി തീരത്തക്കവണ്ണം മഹാശക്തി അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹാഗോപുരത്തിന്റെ പൂർണ്ണരൂപത്തെ കാണുവാനും അത് ശില്പികളിലേക്ക് പകർത്തുവാനും ലോകരംഗത്ത് ഇത് അവതരിപ്പിക്കുവാനും മഹാഭാഗ്യം ലഭിച്ചത് എന്റെ ആത്മദീപത്തിനാണ്. ആ ഉന്നതമായ കാഴ്ചയെ, ശക്തി വൈഭവങ്ങളെ, വർണ്ണമനോഹരമായ അവസ്ഥകളെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആത്മാവിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നല്ല ഒരു യാമം കഴിഞ്ഞ് പോയി കിടന്നാൽ ഉറക്കം വരാറുണ്ടോ? ഉറക്കം വരാറില്ല. അത് അസ്വസ്ഥതയല്ല, പക്ഷേ ഉറങ്ങാനപ്പോ തോന്നുകയില്ല. എന്തുകൊണ്ട്? ആ ആനന്ദത്തിന്റെ വർധനവിൽ ആത്മാവ് അപ്പോൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ദേഹത്തിന് ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നുകയില്ല. പക്ഷേ തുടർച്ചയായി വരുമ്പോൾ ദേഹത്തിന് അല്പം ക്ഷീണമായി തോന്നിയേക്കാം. അതിനാണ് നിർബന്ധമായി നമ്മൾ വിശ്രമിക്കാൻ പറയുന്നത്. എന്നതുപോലെ ആത്മാവിലേക്ക് ആരും കാണാത്ത കാഴ്ചകളെ കാണുവാൻ വേണ്ടി ഈശ്വരൻ ഒരുക്കുമ്പോൾ ആ ഹൃദയത്തിനും ആ മനസ്സിനും ആ ശരീരത്തിനും ഒക്കെ അതിൻ്റെതായ താപം വഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെ നിലനിർത്തേണ്ടതും ശക്തിമത്തായി തന്നെ തുടരേണ്ടതും ആരുടെ കടമയാണ്? ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം വഹിക്കുന്നത്? ആത്മബോധോദയ സംഘത്തിലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. ആയുരാരോഗ്യത്തോടെ എന്നും കരുതുവാൻ മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. മഹാശക്തി എന്നും കരുതുമാറാകട്ടെ. മഹാശക്തി എന്നും കരുതുമാറാകട്ടെ. ആത്മലോകരക്ഷകനാകുന്ന മഹാശക്തി ഈ ലോകത്തിൽ വാഴുന്നുവെന്ന് ആത്മലോകത്തെ അറിയിക്കുവാനാണ് മഹാഗോപുരം നിർമ്മിക്കുന്നത്. ഏറ്റവും വേഗം മഹാശക്തി പൂർത്തീകരിക്കുമാറാകട്ടെ. അതിനായി കരുതിയിരിക്കുന്ന ഓരോരുത്തരെയും മഹാശക്തി കരുതട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ യജ്ഞത്തിന്റെ സമാപനമാണ്. ഗുരുദക്ഷിണ അർപ്പിച്ചിട്ട് അതിന്റെ സമർപ്പണത്തിലേക്ക് കടക്കാം. മഹാശക്തി ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമിത്. ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമിത്. നിന്നോട് കളിയാട്ടം കളിയാട്ടം
ഉറ്റവനും ഉടമസ്ഥനും കാരുണ്യവാനുമായ ദൈവം ഈ ലോകത്തിൽ പ്രത്യക്ഷമായി ഒരു മനുഷ്യാകൃതിയിൽ ഒരു സാധാരണക്കാരനെ പോലെ ലോകത്തിൽ വാണിരുന്ന കാലത്ത് 10 പേരെ ഒത്തുചേർത്തൊന്ന് കാണുവാൻ എത്രത്തോളം ആ ഹൃദയം ആഗ്രഹിച്ചിരുന്നു, വേദനിച്ചിരുന്നു. ഇന്ന് ഇത്രയും മുഖങ്ങളെ ഒന്നിച്ച് ഈ സന്നിധാനത്തിനുള്ളിലും ഇതിന് വെളിയിലുമായി ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ഓരോ മുഖങ്ങളെയും, ആ കണ്ണുകളെയും, കണ്ണുകൾക്ക് കാഴ്ചയായി നിൽക്കുന്ന ഹൃദയത്തെയും കണ്ടുകൊണ്ട് ആ മഹാത്യാഗത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഈ കാഴ്ച അന്ന് ആഗ്രഹിച്ചതാണ്. ഓരോ തിരുവുടലിൽ കൂടിയും അത് ഒരുക്കിയതാണ്. അന്ന് അനേകങ്ങളിലേക്ക് ഈ മഹാസത്യത്തെ അറിയിച്ച് അനുഭവപ്പെടുത്തി ആത്മബോധോദയ സംഘമെന്ന മഹത്തായ സത്യാദർശത്തെ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ടാണ് മഹാശക്തി ആ തിരുവുടലിൽ ഉഗ്രപ്രതാപശാലിയെ പോലെ വാണിരുന്നത്. ഉന്നതനാകുന്ന ദൈവം തന്നെയാണ് ഉത്രാടത്തിലേക്ക് തിരിച്ചുദയമായി വന്ന് ആത്മലോകത്തെ രക്ഷിച്ച് ആനന്ദിപ്പിച്ചത്. ആ തിരുവുടലിലേക്ക് ഉദയമായ ആ ശുഭമുഹൂർത്തത്തിലാണ് താരാസ്തുതി എന്ന ഈ അത്യപൂർവമായ കലിയുഗത്തിൽ മാത്രമുള്ള ഈ ഉന്നത നിയമം ലോകത്തിൽ പാസ്സാക്കപ്പെട്ടത്, നടപ്പാക്കപ്പെട്ടത്. അന്ന് മുതൽ വീണ്ടും പുരാണത്തിലേക്ക് ഉദയമായിരുന്നു കൊണ്ടും മകയിരത്തിലേക്ക് ഉദയമായിരുന്നു കൊണ്ടും ഇന്നും മാറ്റമില്ലാതെ മുടക്കമില്ലാതെ ഇത് നടത്തുന്നത് മാറ്റമില്ലാത്ത മഹാശക്തി, ആ മഹാതപോധനൻ ലോകത്തിൽ വാഴുന്നത് കൊണ്ടാണ്. നമുക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കാം. ഇതുപോലെ കരുതുവാൻ അങ്ങല്ലാതെ രൂപനല്ലോ അന്ത്യത്തിൽ
ഉടമസ്ഥൻ ആദിയന്താനന്ദം ആത്മാവിൽ ദാനം ചെയ്യുവാൻ വാഴുന്ന ആദിയന്തമില്ലാത്ത ജ്ഞാനരൂപം ലോകത്തിൽ വന്ന് വാണിരുന്ന കാലത്ത് ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 സന്താനങ്ങൾ ഓടി വന്ന് പറഞ്ഞു, ഭഗവാനെ, ശത്രുക്കൾ വടിവാളും കഠാരയുമൊക്കെ ആയിട്ടൊരു കൂട്ടം ഭഗവാനെ വകവരുത്താനായി വരുന്നു. പറഞ്ഞു, സാരമില്ല, അവരെന്നെ ഒന്നും ചെയ്യില്ല. അങ്ങനല്ല ഭഗവാനെ, അടിയങ്ങൾക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല, ഭഗവാനെ ഇവിടുന്ന് മാറിയേ പറ്റൂ എന്ന് പറഞ്ഞു. അവരാരും എന്നെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ ഭയപ്പെടണ്ട. അങ്ങനെ അല്ല ഭഗവാനെ, അടിയങ്ങൾക്ക് വെപ്രാളമാണ്, ബഹളമാണ്, അടിയങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ കഴുത്തറ്റം ചെളിയിലേക്ക് ഇഹവർ ലോകത്തിൻ്റെ ഉടമസ്ഥൻ ഇറങ്ങി നടന്നു. ആ മഹാശക്തി ഇറങ്ങി നടന്നു കഴുത്തറ്റം ചെളിയിലൂടെ. ഉടുതുണി ഉരിഞ്ഞ് കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ചെളിയിലൂടെ നടന്ന് നീങ്ങിയത് ആർക്ക് വേണ്ടിയായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? ഇതുവേ ഓല കരുതുവാൻ മറ്റൊരിടത്ത് നിന്ന് ആഹാരം കഴിക്കുവാനിരുന്നു. ഒരുപാട് ദിവസങ്ങളായി ആഹാരം കഴിക്കാതെ ഒരു ഭക്തഭവനത്തിൽ എത്തിച്ചേർന്നു. ആഹാരം കഴിക്കുവാനായി അവർ സന്തോഷപൂർവ്വം വിളമ്പി ആശ്രയത്തോടുകൂടി കൊടുത്തു. കൈകളിലെടുത്ത് ആ കറിയും ചോറുമായി ഒന്ന് പുരട്ടിയതേ ഉള്ളൂ. അപ്പോഴേക്കും വന്നു ശത്രുക്കൾ. ഭഗവാനെ, ശത്രുക്കൾ വരുന്നു. സാരമില്ല, അവരൊന്നും ചെയ്യില്ല. പക്ഷേ ജനങ്ങൾക്കത് വിശ്വാസമില്ല. കാരണം അവർക്ക് ഇതല്ലാതെ വേറൊന്നുമില്ല. മൽപ്രാണനാഥ ഗുരുവേ രക്ഷിക്കുവാൻ, സർവജ്ഞാനം ഉപദേശിക്കുവാൻ മറ്റാരുമില്ല. ഭഗവാനെ, ഇവിടെ നിന്ന് മാറിയാലേ പറ്റൂ. അവിടെ നിന്നിറങ്ങി ഓടി. ആരോടി? സർവലോകത്തിൻ്റെ ഉടമസ്ഥൻ, സർവശക്തൻ, കരുണാവാരിധി. ആർക്ക് വേണ്ടി? മർത്യജന്മങ്ങൾക്ക് വേണ്ടി തൻ്റെ ദേഹത്തെ ലോകത്തിൽ കരുതുവാൻ. അങ്ങനെ കഷ്ടമേറെ സഹിച്ചല്ലോ ഞങ്ങൾക്കായി വന്നു വെച്ച സൽഗുരു, ഞങ്ങൾക്കായി വന്നു വെച്ച സൽഗുരു, അങ്ങേ കാരുണ്യത്തെ ഓർത്തു ഞങ്ങൾ വാഴ്ത്തുന്നേ. ആത്മബോധോദയ സംഘം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പുണ്യപുരുഷന്മാർ കൽപ്പിച്ചരുളിയ തിരുശബ്ദം, സർവശക്തി തീരുമാനിച്ച തീരുമാനം ഇതാ ലോകത്തിൽ നിന്ന് എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ സന്താനങ്ങളും സഭകളും ശാഖാശ്രമങ്ങളും വർദ്ധിതമായി കൊണ്ടിരിക്കുന്നു. ഇത് തുടരുകയാണ്. കലിയുഗ പുരുഷോത്തമന്റെ ജൈത്രയാത്ര തുടരുകയാണ്. കലിയെ ജയിച്ചൊരു കാഹളം ലോകത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. ഇത് എത്ര കോടി വർദ്ധിച്ചെന്ന് പറഞ്ഞാലും, ലോകം മുഴുവൻ തന്നെ സന്താനങ്ങളെ കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാലും മറക്കരുതേ, ആരും മറക്കരുതേ ഗുരുവിന്റെ ത്യാഗകർമ്മം, മറക്കരുതേ.
മഹായജ്ഞത്തിന്റെ സമാപന സമയത്ത് ഞാൻ നിങ്ങളെ ഇത് ഓർമ്മിപ്പിക്കുന്നത് ഈ ഉന്നതമായ അവസ്ഥകളിൽ പോലും നിങ്ങളിൽ ഇത് മറവായി പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. മറക്കരുതേ, ആരും മറക്കരുതേ, ഗുരുവിന്റെ ത്യാഗകർമ്മം മറക്കരുതേ. ലോകമുള്ള കാലം വരെ അത് മറക്കാതെ ഇരിക്കുവാൻ ഇതാ ഉന്നതമായ തപോ ശതാബ്ദി സ്മാരക ഗോപുരം സർവശക്തിയുടെ ധനം ഉപയോഗിച്ച്, നേർച്ച ധനം ഉപയോഗിച്ച് മഹാശക്തി നേരിട്ട് നിന്ന് നടത്തുകയാണ്. ഉന്നതമായ ആ മഹാഗോപുരം എന്തിനു വേണ്ടിയാണ്? ത്യാഗകർമ്മത്തെ ഓർക്കുവാൻ വേണ്ടിയാണ്. കരുണക്കാതലെ എൻ്റെ പരമസൽഗുരു, ലോകമുള്ള നാൾ വരെയും ത്യാഗകർമ്മത്തെ ഓർത്തിടുവാൻ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിടുന്ന, ലോകമുള്ള നാൾ വരെയും ത്യാഗകർമ്മത്തെ ഓർത്തിടുവാൻ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിടുന്ന ദിവ്യമായ ഗോപുരത്തിൽ ഓർമ്മയുള്ള ഓരോരുത്തരും ഇതിൻ്റെ പൂർത്തീകരണത്തിനായി സങ്കല്പിച്ചും ആശ്രയിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുറേ കാലമായി ജീവിതം ചെയ്യുന്നത്. കാരണം അവർക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം എത്തിയത് സദ്ഗുരുവിൻ്റെ ത്യാഗകർമ്മത്തിലൂടെയാണെന്ന് അവർക്കറിയാം. അപ്രകാരം ഓർമ്മയുള്ളവരെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ധനം മുടക്കുകയും അതിനുവേണ്ടി സങ്കല്പിക്കുകയും അതിൽ കർമ്മിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവർക്കും അതിൻ്റേതായ സുഖവും ആനന്ദവും ആത്മനാഥൻ നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം നിയോഗമാണ്, നിയമമാണ്, ഗുരുവിൻ്റെ തീരുമാനമാണ്. ആ വിധത്തിൽ മഹാനിശ്ചയങ്ങൾ ലോകത്തിലേക്ക് പൂർത്തിയാക്കപ്പെടുമ്പോൾ മഹാശക്തിയുടെ കൂടുതൽ ചൈതന്യവത്തായ അനുഗ്രഹവും ആനന്ദവും ലോകത്തിലേക്ക് ലഭിക്കും എന്നുള്ളത് പരമസത്യമാണ്. അങ്ങനെ ആ സത്യാവസ്ഥയെ ആത്മലോകത്തിൽ അനുഭവമാക്കുവാൻ പൂർത്തീകരിക്കുന്ന മഹാഗോപുരത്തെ ഈ ലോകത്തിൽ ആദ്യമായി കാണുവാൻ ഭാഗ്യം ലഭിച്ചത് ആർക്കാണ്? ആത്മദീപം എന്ന ജ്ഞാന ഹൃദയം അത് കരുതണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ നാമം ആത്മദീപത്തിന് കൊടുത്തു. എന്തുകൊണ്ട്? എൻ്റെ ഹൃദയത്തെ അതുപോലെ പ്രകാശിപ്പിക്കുവാൻ ആ ആത്മാവിന് കഴിവുണ്ടായതുകൊണ്ട്. ആ ഹൃദയത്തെ എന്നും കരുതണമേ എന്ന് സത്തുക്കളായ സജ്ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഈശ്വരൻ സ്വീകരിക്കുമാറാകട്ടെ. ആയുരാരോഗ്യത്തോടെ മഹാശക്തി എന്നും കരുതുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ താരാസ്തുതി ഇത്ര മഹനീയമായി നടത്തി പരമാനന്ദത്തിൽ എത്തിച്ച മഹാശക്തിയെ കോടാനുകോടി നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഇനിയും
അടുത്ത താരാസ്തുതിക്ക് വന്ന് പങ്കെടുക്കുന്ന സമയം വരെയും ഉന്നതമായി ആനന്ദത്തെ നിലനിർത്തി ജീവിക്കുവാൻ ഓരോ ഹൃദയങ്ങളെയും ഈശ്വരൻ കരുതുമാറാകട്ടെ. മായയാൽ ബന്ധിതരാകാതെയും വഞ്ചിതരാകാതെയും മഹാശക്തി നിങ്ങളെ കരുതുമാറാകട്ടെ. ഈ ലോക കർമ്മങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ യാതൊരു വിധത്തിലും ഒരു ചഞ്ചലങ്ങളും ഉണ്ടാകാതെ മഹാശക്തിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ സത്യജീവിതം ചെയ്ത് മുന്നേറുവാൻ തക്ക വിധത്തിൽ മഹാശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഓരോ ഹൃദയങ്ങളിലും ആനന്ദ നടനം അനുഭവമാകുമാറാകട്ടെ. ആനന്ദ നടനം ശുഭാനന്ദ നടനം ശുഭാനന്ദ നടനോ ഭക്ത ഹൃദയങ്ങളിൽ മാറാത്ത നടനോ ഭക്തഹൃദയങ്ങളിൽ ശുഭാനന്ദ നടനം അനുഭവമാക്കിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ താരാസ്തുതി ജഗദീശ്വരൻ നടപ്പിലാക്കിയത്. കാരണം അതിൻ്റെ വ്രതം ആരംഭിക്കുന്ന ദിനം മുതൽ പ്രത്യേകമായ ഒരുക്കങ്ങളോടെ, സങ്കല്പങ്ങളോടെ, നേർച്ച സമർപ്പണത്തോടെ, ശുഭാനന്ദ ജ്ഞാനാമൃത പാരായണത്തോടെയാണ് 21 ദിവസം വ്രതം അനുഷ്ഠിച്ചത്. ഈ സന്നിധാനത്തിലുള്ള സന്യാസ പരമ്പരകളും അന്തേവാസികളും പ്രത്യേകമായി നിറവറകൾ വെക്കുന്നു, പഞ്ചസാരപ്പുറ വെക്കുന്നു, അൻബലി വെക്കുന്നു എന്ന് വേണ്ട ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഓരോ നേർച്ചകൾ അർപ്പിച്ച് ശുഭാനന്ദ ജ്ഞാനാമൃതം ഏതു വിധത്തിലെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് പകരണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇവിടെ പാരായണം ചെയ്തു ദിവസവും. അങ്ങനെ പാരായണം ചെയ്ത് അതിലേക്കൊരു ശ്രദ്ധയും അതിനോടൊരു ബന്ധവുമൊക്കെ ഉണ്ടായപ്പോൾ ഏത് പ്രകാരത്തിലാണ് ഈ താരാസ്തുതി ഈശ്വരൻ നടത്തി തന്നതെന്ന് ചിന്തിച്ചാൽ, നന്മയെ ബന്ധിച്ച് ആരെല്ലാം ജീവിതം ചെയ്യുന്നു അവരിലെല്ലാം ആനന്ദിക്കുവാൻ മഹാശക്തി ഇതാ കാത്തിരിക്കുകയാണ്. എന്നും ഇത് നിങ്ങളിൽ അനുഭവമാകുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവം ശുഭാനന്ദ ജ്ഞാനാമൃതമായി ഓരോരുത്തരിലും കളിയാടി വിളയാടി നിറഞ്ഞു വാഴുമാറാകട്ടെ. ഇനിയും പാരായണം ചെയ്തിട്ടില്ലാത്തവർ വീണ്ടും ആ പുസ്തകങ്ങൾ വാങ്ങി വേണ്ട വിധത്തിൽ അതിനെ പാരായണം ചെയ്ത് മനസ്സിലാകാത്ത ഭാഗം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിനെ ഹൃദയസ്ഥമാക്കുവാൻ ഞാൻ വീണ്ടും ഇതാ അറിയിക്കുകയാണ്. ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ കാരുണ്യവർഷം ആത്മാവിൽ ഭവിക്കണമെങ്കിൽ ജ്ഞാനഹൃദയം രൂപാന്തരപ്പെട്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അതിനുള്ള വഴിയാണ് ഈശ്വരൻ തെളിയിച്ചിരിക്കുന്നത്. ആ ശുഭാനന്ദ ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങളാണിപ്പോൾ പ്രസിദ്ധീകൃതമായിട്ടുള്ളത്. എത്രയും വേഗം അതെല്ലാം വാങ്ങിച്ച് വായിക്കേണ്ടതാണ്. ഉടനെ തന്നെ പൂർണ്ണമായ ശുഭാനന്ദ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റ് PK വിജയപ്രസാദ് സാറിനെയും കുടുംബത്തെയും ഈ സമയം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ കൂടെ നിന്ന് ആചാര്യ പരമ്പരകളിൽ ഒന്നായി നിന്ന് ജീവിതം ചെയ്ത് പ്രവർത്തിച്ച് ബോംബെ ആശ്രമത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ബഹുമാന്യായ സൽഗുണശീലൻ സ്വാമി നമ്മളെ വിട്ട് കടന്നുപോയി. ആത്മാവിൻ്റെ ശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കരുനാഗപ്പള്ളി സഭയിൽ പ്രമുഖനായി നിന്ന് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ഓമനക്കുട്ടമ്പിള്ള ഭക്തൻ നമ്മളെ വിട്ട് കടന്നുപോയിരിക്കുകയാണ്. ആ ആത്മാവിൻ്റെ ശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അനേക ഇടങ്ങളിൽ അനേകം ആളുകൾ നമ്മളെ വിട്ട് കടന്നുപോയിട്ടുണ്ട്. എല്ലാവരെയും ഇപ്പോൾ പേരെടുത്ത് പറയുന്നില്ല എങ്കിലും എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് ഒന്നായി നിന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ കടന്നു നിൽക്കുന്ന പൂർവ്വപിതാക്കന്മാർ ഓരോരുത്തരും നമുക്ക് വഴികാട്ടികളായി നമ്മോടൊപ്പം ഉണ്ടാകുവാൻ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ജീവിതം ചെയ്തെങ്കിലേ മതിയാവുകയുള്ളൂ. അവർ പരിശുദ്ധ ജീവിതം ചെയ്തില്ല എങ്കിൽ അവർ നമ്മളോട് കൂടെ ബന്ധിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതകളും രോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. അവർ ശുദ്ധമായി നിന്നാൽ ഒരിക്കലും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു അസ്വസ്ഥതകളും ഉണ്ടാവുകയില്ല. അപ്രകാരം ശുദ്ധജീവിതം ചെയ്ത് ശുദ്ധാത്മാക്കളെ വാർത്തെടുക്കുവാനും കടന്നു നിൽക്കുന്നവരെ ശുദ്ധീകരിച്ച് ഗുരുവിങ്കിലേക്ക് ചേർക്കുവാനും തക്ക വിധത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ജ്ഞാനത്താൽ ശുദ്ധമാക്കിക്കൊള്ളുക. മഹാശക്തി നിങ്ങളിൽ തുള്ളിക്കളിക്കുമാറാകട്ടെ. ഈ ഉന്നതമായ താരാസ്തുതി ഉന്നതമായ നിലയിൽ നടത്തിത്തന്ന മഹാശക്തിയെ, അതിനുവേണ്ടി സങ്കല്പിച്ചവരെ, അതിൻ്റെ പ്രാർത്ഥനകളെ, നേർച്ചകളെ, ഈ വന്നു ചേർന്ന ഓരോ സന്താനങ്ങളെ, അവരുടെ പരിശ്രമങ്ങളെ, അവരുടെ നാമസ്തുതികളെ എല്ലാം ചിന്തിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഇത് സമർപ്പിക്കാം. എഴുന്നള്ളി നിങ്ങൾക്ക് സഹായമായി നിലകൊണ്ട ദേവീ ദേവന്മാരും ദൂതപരമ്പരകളും പൂർവ്വജന്മ സുഹൃതികളും സൂക്ഷ്മ പ്രകാശ രൂപങ്ങളും എല്ലാം ഇതാ വീണ്ടും നിലകൊള്ളുകയാണ്. ഏവരെയും ഓർത്തുകൊണ്ട് ഈ പ്രകൃതിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ സമർപ്പണം നടത്താം. ഓങ്കാരനാദം
ശംഖനാദം, മണിനാദം, വാദ്യഘോഷങ്ങൾ, കർപ്പൂരദീപം എന്നിവയോടുകൂടി ഇത് നടത്തുമ്പോൾ എല്ലാവരും കൈകൾ ഉയർത്തി മഹാശക്തിയെ ഓരോ ഹൃദയത്തിലേക്കും സ്വീകരിക്കത്തക്ക വിധം വളരെ ഉച്ചത്തിൽ ഉന്നതമായ ഓം ശ്രീ ശുഭാനന്ദായ നമ എന്ന നവാക്ഷരി മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് വേണം ഈ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ. നിങ്ങൾ കണ്ണുകൾ തുറന്ന് കാണുകയും അത് കണ്ണുകൾ അടച്ചു കാണുകയും അങ്ങനെ മാറി മാറി കണ്ട് ആ ആനന്ദാനുഭൂതിയിലേക്ക് ലയിക്കുവാനും ഞാൻ അറിയിക്കുകയാണ്. ഉന്നതനാകുന്ന ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. വന്നുപോയ കുറവുകളെല്ലാം മഹാശക്തി ക്ഷമിക്കട്ടെ. ഉന്നതമായ കർമ്മങ്ങളെല്ലാം ഉന്നതമായി നടത്തപ്പെടട്ടെ. സർവശക്തി പ്രത്യക്ഷമായി എന്നും വാഴുമാറാകട്ടെ. സർവശക്തി പ്രത്യക്ഷമായി എന്നും വാഴുമാറാകട്ടെ. സർവശക്തി നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. ആയുരാരോഗ്യത്തോടെ വാഴുമാറാകട്ടെ. ആനന്ദ തപോശക്തി വാഴുമാറാകട്ടെ. ആനന്ദ മഹാശക്തി വാഴുമാറാകട്ടെ. സത്യശുഭാനന്ദ രൂപം വാഴുമാറാകട്ടെ. ഓ ശുഭാനന്ദ സർവത്ര പൂജനീയനായ മാതാപിതാക്കളെ കണ്ടു സ്തുതിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഭാഗ്യം ദാനം ചെയ്ത ഞങ്ങൾക്ക് ഈ ഭാഗ്യം ദാനം ചെയ്ത
സുഖരൂപ സുഖവറിവാൻ ഉള്ളറിവായിട്ടകമി വാഴൂ ഗുരുദേവ വാഴും ഗുരുദേവ എന്നും വാഴും ഗുരുദേവ ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ള